ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രുചികരമായ അവിൽ മിൽക്ക് റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്കിനി അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ചീനച്ചട്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ആ ചീനച്ചട്ടി ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഞാൻ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. ആ നെയ്യ് ചൂടായി വന്നതിന് ശേഷം ഒരു 100 ഗ്രാം അവിലാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ആ 100 ഗ്രാം അവിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിന് അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ട ഒരു പാത്രം എടുക്കുക. ഞാനൊരു ബൗളാണ് എടുത്തിട്ടുള്ളത്. ആ ബൗളിലേക്ക് ഞാൻ ഈ അവിൽ മിൽക്കിലേക്ക് ഈ 100 ഗ്രാം അവിലിലേക്ക് 3 പഴമാണ് എടുത്തത്. 3 റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത റോബസ്റ്റ പഴം എടുക്കുക. അത് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഒരിക്കലും മിക്സിയിലിട്ട് പഴം അടിക്കരുത്, അവിൽ മിൽക്കിൻ്റെ ടേസ്റ്റേ മാറും. പിന്നീട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഈ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട്. എന്നിട്ടത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഈ ഒരു പരുവത്തിലാണ് ഉടച്ചെടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച അവിലില്ലേ, 100 ഗ്രാം അവില്, ആ റോസ്റ്റ് ചെയ്ത് വെച്ച അവില് ഈ പഴം പഞ്ചസാരയും മിക്സിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നീട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഫ്രൂട്ട്സ്, എന്ത് ഫ്രൂട്ട്സ് ആയാലും വേണ്ടില്ല. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് ആപ്പിളും ഈത്തപ്പഴമാണ്, അതേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അപ്പം ഞാൻ ഒരു ചെറിയ കഷ്ണം ആപ്പിൾ എടുത്തു, ഇതേപോലെ പീസാക്കി. എന്നിട്ട് അതേപോലെ ഒരു 4-5 ഈത്തപ്പഴം എടുത്ത് അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. അവിലിൻ്റെ മേലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഫ്രൂട്ട്സ് എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാലെടുക്കുക. സാധാരണഗതിയിൽ പാല് കട്ടയാക്കിയിട്ടാണ് ഇതിൽ ഇട്ട് കൊടുക്കാറ്. ഇപ്പം എൻ്റെ അടുത്ത് കട്ടപ്പാലില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തണുപ്പിച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലൊഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ കടലയാണ്, റോസ്റ്റ് ചെയ്ത കടല ബ്രോക്കണാക്കി പീസസാക്കി അത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ടേസ്റ്റിന് വേണ്ടി കുറച്ച് നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ബദാമോ പിസ്തയോ ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടും. അതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഐസ്ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 സ്കൂപ്പ് ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് ഒരു കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എനിക്ക് ടൂട്ടി ഫ്രൂട്ടി ഒന്നും കിട്ടിയില്ല, ഞാൻ കടകളിലൊക്കെ പോയപ്പോൾ കിട്ടിയില്ല സാധനം, അതുകൊണ്ട് ഞാൻ അത് ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് ബൂസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ബൂസ്റ്റ് കുറച്ചുകൂടെ മേലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇപ്പം നമ്മുടെ രുചികരമായിട്ടുള്ള അവിൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.